എല്ലാ കൂട്ടുകാർക്കും PSC സ്ട്രൈക്കേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് പ്രധാന ആർട്ടിക്കിളുകളെ കുറിച്ചാണ്. ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പ്രസ്താവിക്കുന്ന ആർട്ടിക്കിൾ 1. ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പ്രസ്താവിക്കുന്ന ആർട്ടിക്കിൾ 1. പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 3. പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 3. ജുഡീഷ്യൽ റിവ്യൂ പ്രസ്താവിക്കുന്ന ആർട്ടിക്കിൾ 13. ജുഡീഷ്യൽ റിവ്യൂ പ്രസ്താവിക്കുന്ന ആർട്ടിക്കിൾ 13. നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പ്രസ്താവിക്കുന്ന ആർട്ടിക്കിൾ 14. നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പ്രസ്താവിക്കുന്ന ആർട്ടിക്കിൾ 14. അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 16. അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 16. അയിത്ത സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 17. അയിത്ത സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 17. പദവി നാമങ്ങൾ നിർത്തലാക്കലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 18. പദവി നാമങ്ങൾ നിർത്തലാക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 18. 6 തരത്തിലുള്ള മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 19. 6 തരത്തിലുള്ള മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 19. ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 21. ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 21. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശമാക്കി മാറ്റിയ ആർട്ടിക്കിൾ 21A. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി മാറ്റിയ ആർട്ടിക്കിൾ 21A. അന്യായമായ അറസ്റ്റിനും തടങ്കലിനുമെതിരെയുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 22. അന്യായമായ അറസ്റ്റിനും തടങ്കലിനുമെതിരെയുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 22. അടിമത്തത്തിനെതിരെയുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 23. അടിമത്തത്തിനെതിരെയുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 23. ബാലവേല നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 24. ബാലവേല നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 24. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 29. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 29. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 30. ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ 30. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 31. ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം പ്രസ്താവിക്കുന്ന ആർട്ടിക്കിൾ 31. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 40. ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 40. ഏകീകൃത സിവിൽ കോഡുമായി പ്രസ്താവിക്കുന്ന ആർട്ടിക്കിൾ 44. ഏകീകൃത സിവിൽ കോഡ് പ്രസ്താവിക്കുന്ന ആർട്ടിക്കിൾ 44. 6 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ടത് സ്റ്റേറ്റിൻ്റെ കടമയാണെന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിൾ 45. 6 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ടത് സ്റ്റേറ്റിൻ്റെ കടമയാണെന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിൾ 45. മദ്യനിരോധനം നടപ്പിലാക്കണമെന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിൾ 47. മദ്യനിരോധനം നടപ്പിലാക്കണമെന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിൾ 47. ഗോവധ നിരോധനവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 48. ഗോവധ നിരോധനവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 48. ജുഡീഷ്യറിയെയും എക്സിക്യൂട്ടീവിനെയും വേർതിരിക്കണമെന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിൾ 50. ജുഡീഷ്യറിയെയും എക്സിക്യൂട്ടീവിനെയും വേർതിരിക്കണമെന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിൾ 50. 11 മൗലിക കടമകളുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 51A.
11 മൗലിക കടമകളുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 51A. ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിൾ 52. ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിൾ 52. രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 54. രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 54. ഉപരാഷ്ട്രപതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 63. ഉപരാഷ്ട്രപതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 63. കുറ്റവാളികൾക്ക് പൊതുമാപ്പ് നൽകുന്നതിനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ 72. കുറ്റവാളികൾക്ക് പൊതുമാപ്പ് നൽകുന്നതിനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ 72. അറ്റോർണി ജനറലുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 76. അറ്റോർണി ജനറലുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 76. പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ 102. പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ 102. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 108. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 108. മണി ബില്ലുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 110. മണി ബില്ലുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 110. പ്രസിഡന്റിന്റെ വീറ്റോ അധികാരത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ 111. പ്രസിഡന്റിന്റെ വീറ്റോ അധികാരത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ 111. ബജറ്റുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 112. ബജറ്റുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 112. വോട്ട് ഓൺ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 116. വോട്ട് ഓൺ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 116. ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതിനുള്ള പ്രസിഡന്റിന്റെ അധികാരത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ 123. ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതിനുള്ള പ്രസിഡന്റിന്റെ അധികാരത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ 123. സുപ്രീം കോടതിയെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ 124. സുപ്രീം കോടതിയെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ 124. പ്രസിഡന്റ് സുപ്രീം കോടതിയോട് ഉപദേശം ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 143. പ്രസിഡന്റ് സുപ്രീം കോടതിയോട് ഉപദേശം ചോദിക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 143. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 148. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 148. ജമ്മു കാശ്മീരിനെ മറ്റ് സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ നിന്നും വേർതിരിക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 152. ജമ്മു കാശ്മീരിനെ മറ്റു സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ നിന്നും വേർതിരിക്കുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 152. ഗവർണർമാരെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 153. ഗവർണർമാരെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 153. പൊതുമാപ്പ് നൽകുന്നതിനുള്ള ഗവർണറുടെ അധികാരവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 161. പൊതുമാപ്പ് നൽകുന്നതിനുള്ള ഗവർണറുടെ അധികാരവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 161. അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 165. അഡ്വക്കേറ്റ് ജനറലിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 165. ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതിനുള്ള ഗവർണറുടെ അധികാരത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ 213. ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതിനുള്ള ഗവർണറുടെ അധികാരത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ 213. ഹൈക്കോടതിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 214. ഹൈക്കോടതിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ 214. ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കുന്നതിനുള്ള അധികാരത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ 226. ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കുന്നതിനുള്ള അധികാരത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ 226. ഗ്രാമസഭയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 243A. ഗ്രാമസഭയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 243A. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 243K. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 243K. നദീജല തർക്കങ്ങൾ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ 262. നദീജല തർക്കങ്ങൾ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ 262. നികുതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ 265. നികുതികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിൾ 265. കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 266.
കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 266. ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 280. ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 280. സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 300A. സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 300A. ഓൾ ഇന്ത്യ സർവീസുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 312. ഓൾ ഇന്ത്യ സർവീസുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 312. പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 315. പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 315. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 323A. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 323A. ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 324. ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 324. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 326. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 326. SC/ST വിഭാഗങ്ങൾക്ക് ലോകസഭയിൽ സംവരണം നൽകുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 330. SC/ST വിഭാഗങ്ങൾക്ക് ലോകസഭയിൽ സംവരണം നൽകുന്നതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 330. ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിന് ലോകസഭയിൽ സംവരണം നൽകുന്ന ആർട്ടിക്കിൾ 331. ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിന് ലോകസഭയിൽ സംവരണം നൽകുന്ന ആർട്ടിക്കിൾ 331. ദേശീയ പട്ടികജാതി കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 338. ദേശീയ പട്ടികജാതി കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 338. ദേശീയ പട്ടികവർഗ കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 338A. ദേശീയ പട്ടികവർഗ കമ്മീഷനുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 338A. പട്ടികജാതിക്കാരെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 341. പട്ടികജാതിക്കാരെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 341. പട്ടികവർഗക്കാരെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 342. പട്ടികവർഗക്കാരെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 342. ഔദ്യോഗിക ഭാഷയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 343. ഔദ്യോഗിക ഭാഷയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 343. ദേശീയ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 352. ദേശീയ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 352. സംസ്ഥാന അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 356. സംസ്ഥാന അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 356. സാമ്പത്തിക അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 360. സാമ്പത്തിക അടിയന്തരാവസ്ഥയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 360. ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 368. ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 368. നാഗാലാൻഡിന് പ്രത്യേക വകുപ്പ് അനുവദിച്ച ആർട്ടിക്കിൾ 371A. നാഗാലാൻഡിന് പ്രത്യേക വകുപ്പ് അനുവദിച്ച ഭരണഘടനാ ആർട്ടിക്കിൾ 371A. ഹൈദരാബാദ് കർണാടക പ്രദേശത്തെ വികസനത്തിനു വേണ്ടി പ്രത്യേക നടപടി കൈക്കൊള്ളാൻ കർണാടക ഗവൺമെന്റിനെ ചുമതലപ്പെടുത്തുന്ന ആർട്ടിക്കിൾ 371J. ഹൈദരാബാദ് കർണാടക പ്രദേശത്തെ വികസനത്തിനു വേണ്ടി പ്രത്യേകം നടപടി കൈക്കൊള്ളാൻ കർണാടക ഗവൺമെന്റിനെ ചുമതലപ്പെടുത്തുന്ന ആർട്ടിക്കിൾ 371J. ക്ലാസ് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. ക്ലാസ് ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്.